അതായത് മാഡം റിമോട്ട് ചെയ്ത് ഫുള്ള് ബോഡി Question കേട്ടായിരുന്നു. E raised to 6x into cos 3x. ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ അപ്പൊ എങ്ങനെ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിലേത് ഫസ്റ്റ് ഫംഗ്ഷൻ e raised to 6x cos x and cos 3x സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. എന്താ cos 3x ന്റെ ഡെറിവേറ്റീവ്? -3 sin sin 3x ഇൻറ്റു എന്ത് വരും? 3x ന്റെ ഡെറിവേറ്റീവ് 3 പ്ലസ് പിന്നെ അടുത്ത് എന്താ? cos 3x ഇൻറ്റു e raised to 6x ന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to 6x മാത്രമേ ഉള്ളൂ. in this e raised to 6x into 6. ഇതിനൊന്ന് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് പിന്നെ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. പിന്നെ രണ്ടിനെ കോമൺ ആയിട്ട് e raised to 6x അല്ലല്ലോ, ഇത് കോമൺ കൊടുക്കണം കേട്ടോ. e raised to 6x minus sin 3x into 3 plus cos 3x ini second derivative. ഇതിപ്പോ dy by dx ആണ്. ഇനി ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക കേട്ടോ. d സ്ക്വയർ y by എടാ ഫസ്റ്റ് ഫംഗ്ഷൻ e raised to 6x സെക്കൻഡ് ഫംഗ്ഷൻ ടോട്ടൽ ഉള്ള ബ്രാക്കറ്റിലുള്ള സെക്കൻഡ് ഫംഗ്ഷൻ ഫസ്റ്റ് സെക്കൻഡ്.
ഇതിന്റെ ഫുള്ളിന്റെ ഡെറിവേറ്റീവ് ഓരോന്നിന്റെ കിട്ടിയാണോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 5.7 6th ക്വസ്റ്റ്യൻ അല്ലേ? അത് EX sin നിങ്ങൾ മാക്സിമം കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ട് മാക്സിമം സിംപ്ലിഫൈ ചെയ്തു കേട്ടോ. ഞാനൊരു 2 പ്രാവശ്യം ചെയ്തു. ഒരു പ്രാവശ്യം ഞാൻ വെറുതെ സ്ട്രേറ്റ് ചെയ്തായിരുന്നു, കറക്റ്റ് ആൻസർ കിട്ടി. പക്ഷെ ഞാൻ 6th ക്വസ്റ്റ്യൻ വിചാരിച്ചു. നിയറസ്റ്റ് എക്സ് അകത്തോട്ട് എടുത്ത് അല്ലെങ്കിൽ നിയറസ്റ്റ് എക്സ് ടോട്ടൽ ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കി വെക്കാൻ ശ്രദ്ധിച്ചു. ഏതാണ് 18 ആ 19 ആ ഇതാണോ? ഇതാണോ? അടുത്ത ബ്രാക്കറ്റിൽ ഇതാണോ? അതിതല്ലേ? അപ്പോ 6 into 3 6 ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് എല്ലാത്തിലും 9 മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പൊ 9 കോമൺ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ 9 6x അല്ലല്ലോ 9 തന്നെ. പിന്നെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ -4 sin 3x. ഇതാണ് ഫൈനൽ ആൻസർ.
ഫസ്റ്റ് ഫംഗ്ഷൻ ഈ 6 എന്തിനാ പുറത്ത് കൊടുത്തത്? വേണ്ടല്ലോ 6 അതിൻ്റെ അത് വരുന്നുണ്ടോ? ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് നമ്മൾ ഉള്ളിൽ തന്നെ ഇട്ടാൽ മതി. 6 പുറത്ത് കൊടുക്കുന്നത് ഇതെങ്ങനെ ഇരുന്ന് ഇതെങ്ങനെ ഇത് രണ്ട് ഫംഗ്ഷൻസ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് e6x ഉണ്ട് പോസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതാ എടാ കഴിഞ്ഞാടാ ശരി കഴിഞ്ഞ ഞാനാ പിന്നെ ചെയ്യുന്നു tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? tan inverse x 1 by x log x ന്റെ ഡെറിവേറ്റീവ് അപ്പോൾ log x ന്റെ ഡെറിവേറ്റീവ് പറയാൻ പോലും അപ്പോഴല്ലേ 1 by root x റൂട്ടല്ല മറ്റേ ഇത് സ്ക്വയർ പ്ലസ് എക്സ് 1 മൈനസ് എക്സ് 1 പ്ലസ് എക്സ് 1 മൈനസ് 1 by 1 plus x square. സ്ക്വയർ ഇനി ഒന്നുകൂടി ചെയ്തത് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഇത് യു ഇത് വി e6x പോസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് പോസ്റ്റ് എക്സിൻ്റെ e6x ഡെറിവേറ്റീവ് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞാടാ അത് ചെയ്തു കഴിഞ്ഞാ അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് കേട്ടോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് അടുത്ത സ്നേഹ ക്ലാസ്സിലോ അല്ല ആൻസർ മൈനസ് 2x പ്ലസ് x ആണ് മൈനസ് 2x ബൈ 1 പ്ലസ് x അല്ല ഞാൻ d സ്ക്വയർ ബൈ dx 1 by 1 plus x square. 1 by 1 plus x square. Find the second derivative of tan inverse x. dy by dx എന്താണ്? First എന്താ? 1 by 1 plus x. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത്? അതല്ല ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെയല്ല അപ്പൊ എങ്ങനെ വരും? ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ബൈ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻടു ഹോൾ സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എത്ര വരും? ഡിനോമിനേറ്റർ ഇൻടു by 1 plus x square the whole square. മണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ് കേട്ടോ. ഫൈനാൻസ് ഞാൻ മറ്റേ 1 മൈനസ് 1 x സ്ക്വയർ എന്താണ് കിട്ടിയത്? ക്ലാസ്സിലെടുത്ത് തുടങ്ങിയത് കഴിഞ്ഞോ? ഏത് സ്കൂളോ? പിന്നെ ഇതെന്തിന് ഏകദേശം അറിയാൻ
അപ്പൊ ഇതാണ് ബാലൻസ് കേട്ടോ. ഇനി log of log x ചെയ്തല്ല എല്ലാത്തിനും 9 മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ 9 പിന്നെ എല്ലാം പുറത്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ log of log x. Find the second derivative of log of log x. 1 plus x square whole square expand ചെയ്തു. നിനക്ക് വേണമെങ്കിൽ ചെയ്തോ. ഞാൻ ചെയ്തു. സമയം ഉണ്ടെങ്കിൽ ചെയ്തോ. അല്ല ഞാൻ ചെയ്തു. ചെയ്താണ്. അതാണ് ഇതാണ് log of log ഞാൻ 10 പ്രാവശ്യം ഇരിക്കണം. മോസിലെ ഇരിക്കാൻ ഞാൻ വിടുള്ളൂ കേട്ടോ. ഇത് 17 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ എത്ര ക്വസ്റ്റ്യൻസ് എഴുതുന്നു? 17 ക്വസ്റ്റ്യൻസ് ഇല്ലേ? അല്ലേ? അത് ആക്കണമെന്നില്ല. രണ്ട് ഫംഗ്ഷൻ അല്ലേ? log x ഒറ്റ ഫംഗ്ഷൻ. ഇത് കോഷ്യൻ റൂൾ അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞോ. log of log x ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് dy by dx. One by log x. എത്ര കിട്ടിയടാ? ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞു. ഇത് നിനക്ക് കിട്ടിയാ എന്താ കിട്ടിയ? 1 by log x into 1 by x. നിനക്ക് എങ്ങനെയാണ് 1 by log x into log x കിട്ടിയത്? ഡെറിവേറ്റീവ് log x എന്താ? അപ്പൊ 1 by log x into 1 by x ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 1 by x log x എഴുതാം. ഞാൻ ഗൗരിനെ ബിക്കോർ പുറത്തോട്ട് നടക്കും. 1 by x log x എഴുതാം. ഇതിനെ നമുക്ക് കോഷ്യൻ റൂൾ വെച്ചിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഈ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ? കോൺസ്റ്റന്റിന്റെ ഇവിടെ കോൺസ്റ്റന്റ് പോലല്ല. സെക്കൻഡ് ഇവിടെ എന്താ? മണ്ണിന്റെ ഡെറിവേറ്റീവ് 0. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ്. മാത്സ് മാത്രമേ കുറവാണ്. ആദ്യത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോലെ ബാക്കിയുള്ള ക്ലാസ്സിൽ ഫസ്റ്റ് അപ്പോഴേ സംസാരിക്കും. അയ്യോ വേണ്ട. അപ്പൊ എന്താ ഇവിടെ ഡിനോമിനേറ്റർ എങ്ങനെ വരും? x log x into മണ്ണിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 1 by x. മണ്ണിന്റെ ഡെറിവേറ്റീവ് 1 by x ന്റെ
1/x log x ന്റെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ? x log x അല്ല ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പക്ഷെ ഞാൻ ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അല്ലേ സൈൻ മാറിയിട്ടുണ്ടാവും. അറിയാം മൈനസ് ഇതിവിടെ 1ന്റെ സെക്കൻഡ് ഫംഗ്ഷൻ 1 ഇൻടു ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം x ഇൻടു log x രണ്ട് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ പ്രൊഡക്റ്റ് റൂൾ എടുത്തിട്ട് വേണം ഡെറിവേറ്റീവ്. എന്ത് വരും? അതങ്ങനെ അവിടെ അല്ല ഞാൻ മറ്റേ പോർഷൻ റൂൾ തന്നെ എടുക്കേണ്ടത്. പോർഷനുള്ളിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ സൈൻ മാറും. ഇവിടെ തിരിച്ചെടുക്കണം. ന്യൂമറേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എടുക്കണം. 0 ഇൻടു x log x അല്ലേ തിരിച്ചെടുക്കണം. ചെയ്താ അല്ല ആദ്യം ചെയ്യും. ഇതിന്റെ ഡെറിവേറ്റീവ് എന്തൊരു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു x ഇൻടു 1/x log x ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് log x ഇൻടു 1 ഇങ്ങനെ വരും. ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണ്. x log x ഇൻടു ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻടു 1 ഇൻടു ശരിയാണല്ലോ. 0 ആയിരിക്കും. എന്താണ് ഇത് നമ്മൾ തിരിച്ചിട്ട് മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലല്ലേ ഇത് മൈനസ് അകത്ത് കൊടുക്കണം. അപ്പോൾ മൈനസ് log x പ്ലസ് മൈനസ് 1 വരും. എടാ ചെയ്താടാ ഫൈനൽ ആൻസർ എന്താ? ഇത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 മൈനസ് 1/x പ്ലസ് log x by log x the log x log x का whole square. ഇനി ഈ മൈനസ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെ വരും? മൈനസ് ഇൻറ്റു പ്ലസ് ഇവിടെ മൈനസ് ഒന്നുമില്ലല്ലോ അടുത്തല്ലേ x പോയി 1 ആവും. ഫൈനൽ ആൻസർ റെഡിയാ? 1 plus log x by x log x log x. പിന്നെ എനിക്ക് x റൈറ്റ് ചെയ്യണം. അത് ഞാൻ കട്ട് ചെയ്താൽ അല്ല പൊക്കത്തും താഴത്തും ബാക്ക് ലൈൻസ് മൈനസ് വല്ലതും വന്നായിരുന്നോ? മൈനസ് ഉണ്ട്. എനിക്കൊരു മൈനസ് മൈനസ് വന്നില്ലായിരുന്നോ? മൈനസ് ഇല്ല മൈനസ് മൈനസ് 1 പ്ലസ് ലോഗ് അടുത്ത അവിടെ സ്ക്വയർ റൂൾ sin x log x സൈൻ ഓഫ് ലോഗ് sin of log x സൈൻ log x
നാളെ സെഷൻ വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഇവിടെ സെഷൻ ഫിസിക്സ് മിസ്റ്റേക്ക് എന്താ എന്നോ രണ്ട് ഫംഗ്ഷൻ അല്ല, ഒറ്റ ഫംഗ്ഷൻ ആയിട്ട്. അപ്പൊ എന്താ കോസ് സൈൻ ഓഫ് എക്സ് സൈൻ എക്സ് പിന്നെ ലോഗിക്സ് ഇൻറ്റു 1/x. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ്. ഇവിടെ കോഷ്യന്റ് വർക്ക് ചെയ്യാം കേട്ടോ. ഡി സ്ക്വയർ വൈ ബൈ ആൻസർ എന്താ? ആൻസർ മൈനസ് സൈൻ ലോഗ് എക്സ് എഴുതാം. ഈ എക്സ് വി എക്സ് കട്ടാക്കുക. മൈനസ് കൊടുത്തോളൂ. ഇതന്നെ പ്ലസ് കോസ് എങ്ങനെയാണ്? ഈ മൈനസ് പുറത്തോട്ടെടുത്ത് മൈനസ് അടുത്ത ക്വസ്റ്റ്യൻ അല്ല മൈനസ് കോമൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. മൈനസ് കോമൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കോമൺ ആയിട്ട് പുറത്തെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ if y is equal to 5 cos x minus 3, if y is equal to 5 cos x minus 3 minus 3 sin x, prove that d square y by dx square plus y equal to 0. Silent ആക്കിയിട്ട് sound അല്ലട വാച്ച് ചെയ്ത് കറക്റ്റ്. ഇത് നോക്കിക്കേ, നമുക്ക് ഇതിനെക്കാട്ട് 0 എന്നല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ y തന്നിട്ടുണ്ട്. അപ്പൊ y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതിന്റെ സെക്കൻഡറി വെച്ച് എടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് കാണിക്കണം? 0 കിട്ടുമെന്ന് കാണിക്കണം. സെക്കൻഡ് ഓർഡർ എടുത്തിട്ട് വേണം y കൂടി ആഡ് ചെയ്തിട്ട് 0 കിട്ടണം. August 15th ക്ലാസ്സിൽ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ celebration ഇല്ലേ? ചിലപ്പോ വേറെ 14th celebration 14th
ഗൗരി dy by dx പറഞ്ഞടാ. അത് ചെയ്തോണ്ടിരിക്കാം. അത് ചെയ്ത് അല്ല y equal to 0 कितना 0 नेक्स्ट എന്താണ് കയ്യിലുള്ളവരുടെ हमारे cos inverse x में डेरिवेटिव phi is equal to cos inverse x. Find d square y by dx square. Find in terms of y alone with respect to y ആണ്. In terms of y alone. അപ്പോ x ക്ക് cos എടുത്ത് അതിനെ അപ്പൊ ഇങ്ങനെ in terms of y alone എന്ന് പറഞ്ഞാൽ നിങ്ങൾ y equal to cos inverse x അല്ലേ? അപ്പൊ x equal to എന്ത് വരും? cos x is equal to cos y. എന്നിട്ട് രണ്ടു dy by dx അല്ലേ? അപ്പോൾ ഞാൻ dx by dy With respect to y എന്ന് പറയുമ്പോൾ y alone. Miss D first derivative പക്ഷേ ഇവിടെ ഉണ്ടല്ല or x is equal to cos y. നിങ്ങൾ dy by dx ആദ്യം കണ്ടുപിടിക്കാം. ആദ്യം dy by dx എന്ത് കിട്ടും? minus -1 by root of 1 minus x square. മൈനസ് ആദ്യം നിങ്ങൾ dy by dx കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ കിട്ടണം? cos inverse x ന്റെ ഡെറിവേറ്റീവ് എന്താ? -1 by root of 1 minus x square. എന്നിട്ട് ഈ x square ന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? ഈ cos y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് in terms of y alone എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് മൊത്തം വേരിയബിൾ y പാടും. അപ്പൊ ആദ്യം നമ്മൾ ആ 1 മൈനസ് എന്ത് വരും? അപ്പോൾ അത് ഫൈനാൻസ് ആണോ പറഞ്ഞത്? ഫസ്റ്റ് മൈനസ് cos y ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ എങ്ങനെ വരും? with respect to y എന്ന് പറയുമ്പോൾ എടാ വിത്ത് റെസ്പെക്ട് അല്ലല്ല അതല്ല സംഭവം cos ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഇവിടെ x ന്റെ ടേമിൽ കിടക്കുന്നുണ്ട്. ആ x നെയൊക്കെ എന്താക്കണം? y ആക്കണം. അതിനാണ് നമ്മൾ x equal to cos y എടുത്തത്. എന്നിട്ട് അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -1 by root of 1 minus cos square y.
1 minus cos square y എന്താ? Sin y. Minus 1 by Sin. ഈ root of 1 minus cos square y എന്ന് പറയുന്നത് Sin y. sin y. അപ്പോൾ എന്ത് വരും? Minus cos y. അപ്പോൾ d square y by d square എന്ന് പറയുന്നത് Minus by 3 by cot y. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തോ. cosec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? cosec y യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പറ. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പറയാൻ പറ. മൈനസ് cosec വേറൊരു സാധനം കൂടി ഇതിനകത്ത് വരും. ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. എന്താ? dy by dx എടുക്കണം. ഇത് റെസ്പെക്ട് എന്ത് വെച്ചാൽ ഡെറിവേറ്റീവ് എടുത്തേക്കാം നമ്മൾ. ഇവിടെ y ആ വേരിയബിൾ. x ആണ് ഞങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. dx by dx 1 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ dy by dx എടുക്കും. dy by dx ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ കണ്ടുപിടിച്ചത്? മൈനസ് cosec y അല്ലേ? അപ്പൊ ഇതിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? ഇത് കൊടുക്കാം കേട്ടോ. അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് cosec y ഇൻറ്റു മൈനസ് cosec y. ഫൈനൽ ആൻസർ മൈനസ് cosec സ്ക്വയർ y. ഇങ്ങനെ വരയ്ക്കരുത്. അല്ല മൈനസ് മൈനസ് പ്ലസ് ആവും. അത് സ്ക്വയർ എടുത്തിട്ട് മൈനസിന് മൈനസ്. പക്ഷെ ഇതിലൊരു മൈനസ് ഉണ്ടല്ലോ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അത് അല്ല ഓൾറെഡി മൈനസ് ഇല്ല. ഡിവൈന് മുമ്പ് മൈനസ് ഇല്ല. ഫൈനൽ ആൻസർ മൈനസ് cosec y cot y. അതായത് dy by dx ന്റെ ആൻസർ തയ്ക്കണം നമുക്ക് മൈനസ് cosec y. ഇതില് d സ്ക്വയർ y ല് മൈനസ് ഉണ്ടോ? d സ്ക്വയർ y by dx സ്ക്വയറിൽ ഇല്ല. dy by dx മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇല്ല. cosec by cot y dy by dx. അല്ലടോ ഒരു മൈനസ്. അതായത് നമ്മൾ എടുത്തു പറഞ്ഞില്ലേ മൈനസ്. ഇവിടെ മൈനസ് cosec y യുടെ ഡെറിവേറ്റീവ് എടുത്തേക്കാം. അപ്പോൾ മൈനസും പിന്നെ ഒരു മൈനസും കൂടി അത് പ്ലസ് ആണ്. അത് പ്ലസ് ആണ്. cosec y യുടെ ഡെറിവേറ്റീവ് മൈനസ് cosec y cot y. ഇനി ഈ മൈനസ് കിടക്കണ്ടല്ലോ. അപ്പൊ അത് മൈനസ് കൊടുത്താൽ മതി. പ്ലസ് ആവും. പിന്നെ ഒരു മൈനസ്. ഇത് പ്ലസ് ആവും. ഇനി ഈ മൈനസ് ഈ മൈനസും ഈ മൈനസ് പ്ലസ് ആയി. ഇതിന്റെ സാധനത്തിന്റെ മൈനസ് ആണ് ഈ മൈനസ്. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. dy by dx കണ്ടുപിടിച്ചതുണ്ടോ? മൈനസ് cosec y. ഈ മൈനസ് പ്ലസ് ആയി. cosec y മൈനസ് cosec y cot y ഡെറിവേറ്റീവ് ഉണ്ടല്ലേ? dy by dx നമ്മൾ കണ്ടുപിടിച്ചത് ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. എന്നിട്ട് പ്ലസ് ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കൊസീക്കിന്റെ അവിടെയുള്ള മൈനസ് കളയാൻ dy by dx നമുക്ക് മൈനസ് cosec y കിട്ടിയിട്ടുണ്ട്. cosec y യുടെ ഡെറിവേറ്റീവ് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ആ മൈനസും ഈ മൈനസ് cosec y യുടെ പോയി. അതാണ് dy ചേർന്ന് എഴുതിയേക്കാം. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞാ ഈ മൈനസ് അവിടെ നിർത്തിയിട്ട് എന്ത് വരും? cosec y cot y. ആ മൈനസ് ആണ്. അപ്പൊ ആ മൈനസ് ഈ മൈനസ് പ്ലസ് ആവും. എന്തൊക്കെ കഴിഞ്ഞാ?
ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അല്ല 13-ാമത്തെ മെസ്സി തീർന്നാ വീട്ടിൽ പോവാമോ? ആ പോവാം. വേണ്ട. എല്ലാത്തിനും ക്വസ്റ്റ്യൻ ആണ് കണ്ട ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ y is equal to 3 cos അല്ല മനസ്സിലാവണ്ടേ log x plus ക്വസ്റ്റ്യൻ നോക്കി 4 sin. So that x square ഈ y2 എന്ന് പറയുന്നത് ഉണ്ടല്ലോ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് കേട്ടോ. x square y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് y2 plus xy1 y1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് plus y equal to 0 ഇത് തന്നെ ചെയ്യാം. എന്താടാ ആ y2 സെക്കൻഡ് ഡയറക്റ്റ് വയ്ക്കുന്നുണ്ട്. y1 കണ്ടുപിടിച്ചിട്ടില്ല. x വേരിയബിൾ ലാസ്റ്റ് ബാക്കി എത്ര dy/dx എന്താണെന്ന് dy/dx പറയടാ. -3 sin x sin of log x plus സെക്കൻഡ് ഡെറിവേറ്റീവ് അപ്പൊ എല്ലാത്തിന്റെ ക്വസ്റ്റ്യൻ എല്ലാത്തിന്റെ രണ്ട് ടേമിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണം. portion rule ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും 1/x കോമൺ കൊടുത്തിട്ട് എന്നൊക്കെ ചെയ്യട്ടാ. 1/x കോമൺ കൊടുത്തിരിക്കുമ്പോ അല്ല അങ്ങനെയാണെങ്കിൽ എക്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എക്സിനോട് അല്ലല്ല 1/x കൊടുത്തിട്ടാ മതി. എന്നിട്ട് 1/x ഒരു ഫംഗ്ഷനും ബ്രാക്കറ്റിനുള്ളിലത്തെ ഒരു ഫംഗ്ഷനും ആക്കാം. അപ്പൊ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് നമ്മൾ 2 പ്രാവശ്യം പോർഷൻ റൂൾ അപ്ലൈ ചെയ്യും. അപ്പൊ അത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ? അല്ല 1/x ഒരു ഫംഗ്ഷൻ ആണ്. ആ 1/x ഫംഗ്ഷൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ പോർഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ
എന്താ ഇത് കൊണ്ട് 0 എന്ന് കാണിക്കണോ? അതാ അതിന്റെ കൂടെ വേരിയബിൾ ആണ്. എക്സ്പ്ലോർ ഇട്ടാൽ മതി അവിടെ. എല്ലാം ക്ലാസ് ഫൈനാൻസ് എടുക്കാൻ മതി. എനിക്ക് കിട്ടിയാടാ ഇതിങ്ങനെ കിട്ടി. അത് ആഡ് ചെയ്യാം. സമ്മതി അപ്പൊ കട്ട് ചെയ്ത് കളയാലോ. ചെയ്യുമ്പോ ബാക്കി ഉണ്ടാവും എക്സ് ആവും. എല്ലാം കൂടെ ആഡ് ചെയ്ത് ചെയ്തു. അങ്ങനെ വേണ്ട. അതിനാ എക്സ് സ്ക്വയറിന് 5 അല്ല എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ അതിന്റെ അടിയിലുണ്ട്. അപ്പൊ വെറുതെ മൾട്ടിപ്ലൈ പിന്നെ അതിൽ ചെയ്തേക്കുന്നത് അപ്പൊ അത് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ആണ്. ഈക്വൽ ടു ആണ്. അതായത് y1 അല്ലെങ്കിൽ ആ എക്സ് സ്ക്വയർ നമ്മൾ എടുത്താൽ മതി. എക്സ് സ്ക്വയർ നമ്മൾ എടുത്താൽ മതി. മൾട്ടിപ്ലൈ ഇവിടുത്തെ കട്ടിങ് പോകല്ലോ. അതായത് ഇത് y1 is equal to ആണല്ലേ y2 അല്ലേ? ഇത് ഇതൊരു പാർട്ട് ഞാൻ എല്ലാം എക്സ് സ്ക്വയർ അപ്പുറത്തോട്ട് എടുത്താൽ മതി.
എക്സ് സ്ക്വയർ ബൈ 2 ആവും. അതാവും. പക്ഷെ ഇവിടുത്തെ മാത്രമാണല്ലോ, ഇതിന്റെ പ്ലസ് അല്ലല്ലോ. അപ്പോൾ നീ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടിയാടാ. ഇത് y2 is equal to എന്താ പറഞ്ഞേക്കണം, എക്സ് സ്ക്വയർ y2 കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, എന്തായി അതുപോലെ എക്സ് y1 നീ കണ്ടുപിടിക്കും മുകളിലത്തെ പേര്. അതായത് എക്സ് സ്ക്വയറിന് നമ്മൾ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ സാധനം അപ്പുറത്ത് കിട്ടും. ഇനി അതുപോലെ y ഈക്വൽ ടു എന്തായാലും നമുക്ക് കിട്ടിയത് -3 sin log x into 1/x. അതിൽ നിന്ന് 1/x കോമൺ പുറത്തെടുത്തിട്ട് അങ്ങോട്ട് പോകും. 1/x കണ്ടാ നീ അവിടെ രണ്ട് സൈഡിൽ അത് ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് y അപ്പുറത്ത് എടുക്കുമ്പോൾ y1 പറഞ്ഞു x y1. ഇവിടെ 1/x രണ്ടെടുത്തോട്ട് അത് കൊടുത്തു. 1/x -3 sin log x plus 4 y1 equal to 1/x കിട്ടിയിട്ടുണ്ട്. ഇനി x ഇപ്പോ കൊടുക്കുമ്പോൾ x y1 ആവും. രണ്ട് സൈഡ് x1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഉദ്ദേശിച്ചതാണ്. മറ്റേ സൈഡ് കട്ടായി പോകും. കിട്ടിയാടാ? എല്ലാം കിട്ടിയാടാ? ചെയ്യല്ലേ? കിട്ടിയാടാ? അഞ്ചാറ് ദിവസം ചാപ്റ്റർ പ്രോബബിലിറ്റി ഉണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ്? എനിക്ക് എല്ലാ മാർക്കും മൊത്തം അല്ല ചില സ്കൂളിൽ നമ്മളോട് ആദ്യം എടുക്കൂലെന്ന് പറഞ്ഞു. സമയം ഉണ്ടെങ്കിൽ എടുക്കുള്ളൂന്നുണ്ട്. ആദ്യം കൂടുതൽ സമയമുണ്ട്. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്? ഡെറിവേറ്റീവ് എന്താണ്? റിവേഴ്സ് ഓഫ് ഇന്റഗ്രേഷൻ. അല്ല ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ല ഇന്റഗ്രേഷൻ റിവേഴ്സ് ഓഫ് എവിടെയും ചോദിക്കാം എന്താണ് ഡെറിവേറ്റീവ്. ഇപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ പറയും. എന്താ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കില്ല. നമ്മള് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കും. സ്ലോപ്പ് എന്താണ് ഒരു ഗ്രാഫിന്റെ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിവ് എന്ന് പറയും അല്ലെ? സ്ലോപ്പ് ഓഫ് ടാൻജന്റിനെയാണ് നമ്മൾ എന്ത് പറയണം? ആര് ചോദിച്ചാൽ അങ്ങനെ പറയണ്ട. സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ അല്ലെ? ഒരു പോയിന്റ് ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫിന് ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റിന്റെ ചരിവ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വരയ്ക്കും അല്ലെ? ടാൻജന്റ് വരയ്ക്കും. ആ ടാൻജന്റിന്റെ സ്ലോപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരച്ചു. ഇതാണ് അതിന്റെ ടാൻജന്റ്. ഈ ടാൻജന്റിന്റെ ചരിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഇന്റഗ്രേഷനിൽ ഏരിയ കാണാൻ പറ്റില്ല.
അല്ല എന്നുവെച്ചാൽ ഇത് കിട്ടി ഷോ ദാറ്റ് ഇറ്റ് ഈസ് x1 to y2 x plus y. As a multiply sum അല്ല substitute x ഇതിനെ അല്ല ഞാനാണെങ്കിൽ ബാക്കി അപ്പുറത്തേക്ക് എന്നിട്ട് ഞാൻ എക്സ്പ്രഷൻ അപ്പൊ അപ്പുറത്തേക്ക് ബാക്കിയുള്ള ഈക്വൽ 0 ആവും എന്നിട്ട് അതിനെ എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ എനിക്ക് 3ാം ക്ലാസ് എന്തൊക്കെ ട്രയാങ്കിളിലേക്ക് പോകണമെങ്കിൽ ഇല്ല ഞാൻ 0 അല്ല ഇത് ഈക്വൽ 0 ആഡ് ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്യില്ല പക്ഷെ കിട്ടി x1 y1 y2 അത് എന്റെ കിട്ടാത്ത വെച്ചാൽ വൈയിൽ 1/x എടുക്കാൻ മാറുന്നത് x2 അങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ആയി ഒന്നില്ലെങ്കിൽ x2 അല്ലെങ്കിൽ രണ്ട് സൈഡ് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ഇതിപ്പോ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ അപ്പൊ ഈ x2 ന്റെ അപ്പുറത്ത് എടുക്കാം ഈ x2 ഏതാ നീ എന്താ അവിടെ നോക്കി ചെയ്യാൻ നിൽക്കണം ഇവിടെ ഞാൻ തമ്മിടിച്ചിരിക്കുന്നത് അറിയില്ല ഇവിടെ അല്ല മറ്റേ ഇവിടുന്ന് എക്സ്പയർ എടുക്കാനാ ഇവിടുന്ന് എക്സ്പയർ എടുക്കാനാ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ x2 അല്ല അപ്പൊ ഇതിന് മാത്രമാവില്ലേ ആ അതിന് മാത്രമല്ല അല്ല ഇതിൽ എക്സ്പയർ ഇല്ല 1/x ഇല്ല 1/x ഇവിടെ 1/x ഉള്ളതാ 1/x2 വരുന്നുണ്ടല്ലോ അവിടെ ഇവിടെ 1/x പുറത്തൊരു 1/x ഉണ്ടോ അതും പിന്നെ അകത്തിറങ്ങുന്ന 1/x പുറത്തൊരു അത് അപ്പൊ രണ്ടും എക്സ്പയർ ആവും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഇതും ഇതും മാത്രം ഉണ്ടാവും അപ്പൊ ഇവിടെ അല്ല എന്റെ കറക്റ്റ് ചെയ്തു നോക്കി കറക്റ്റ് കിട്ടിയാണ് ഇത് തന്നെയാണോ കിട്ടിയത് അല്ല അതെ ഇത് പ്ലസ് ഇതാണ് ഇത് ഹോൾ ഈക്വൽ ഇതാണ് അത് കറക്റ്റ് minus 3 log x minus 5 log x 1/x plus 4 cos log x 1/x അതെ ഇതെന്ത് ചെയ്തു ഇതാണ് ഉള്ളത് ഇതാണ് കുറച്ചും കൂടി പറ്റും 1/x കൊടുത്തത് ഇങ്ങനെ എടുക്കണമെന്ന് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ ആ അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കൊടുത്തത് അല്ലേ അപ്പോൾ മൊത്തത്തിലേക്ക് നോക്കാം എന്താണ് ഇത് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ ഒരു കോഴ്സ് ലോജിക്സ് അപ്പോൾ ഇത് രണ്ട് ഫംഗ്ഷൻ ആ കോഴ്സ് ടൂറാണ് അപ്പം ഇനി ഇത് 1/x കൊടുത്തെടുത്താൽ ഇതിൻ്റെ ഇത് അടിയത്തെ സാധനം ഇൻറ്റു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ എടുക്കണം ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുന്നത് അതല്ല ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതായത് ഫോർമുല വെച്ചിട്ട് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് അപ്പോൾ ഇവിടെ മൈനസ് മാറില്ലേ ഇതിപ്പോൾ ഇവിടെ യു ബിയും ഫംഗ്ഷൻസ് യു ബൈ വി ആണ് വി ബൈ യു ആണ്
എടാ കോഷ്യൻ റൂൾ പറഞ്ഞടാ. പൊസിഷൻ റൂളോ എന്നോട് വി ഡാഷ് വി ഡാഷ് യു മൈനസ് യു ഡാഷ് വി ബൈ വി യു ബൈ വി എടുത്ത് ന്യൂമറേറ്റർ യു ഡിനോമിനേറ്റർ വി. കോഷ്യൻ റൂൾ പറഞ്ഞേ. വി സ്ക്വയർ അല്ല അടിയിലത്തെ സാധനമാണ് ഫസ്റ്റ് വരേണ്ടത്. അതാണ്. അപ്പൊ വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഡാഷ് ഇൻറ്റു അല്ല വി ഇൻറ്റു യു ഡാഷ് മൈനസ് വി ഡാഷ് ഇൻറ്റു യു. വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. നിങ്ങൾക്ക് സ്കൂളിൽ ഈ ഇക്വേഷൻ പഠിപ്പിച്ച അല്ലെങ്കിൽ സൈൻ മാറണം നടക്കത്ത. എടാ സീറോ കിട്ടിയാ? കിട്ടിയാ സീറോ കിട്ടിയാ? ഇത് സെയിം ആണല്ലോ. അപ്പൊ സൈൻ മാറൂലടാ. എന്ത് സെയിം? അല്ല നടുക്കത്ത് മൈനസ് നടുക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചു. ഇവിടെ തിരിച്ചെടുത്തേക്കണം. യു ഡാഷ് ബി എടുത്തേക്കണം. അപ്പൊ ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ എന്നാ എടുത്തേക്കണം. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻടു ഡിനോമിനേറ്റർ മൈനസ് ബി ഇൻറ്റു ശരിയാ ബി ഇൻറ്റു യു ഡാഷ് നീ തിരിച്ചെഴുതി. പക്ഷെ നീ എടുത്തേക്കണം നോക്കിക്കേ ഇവിടെ അടിയിലത്തെ പ്രോബ്ലത്തിൽ. അപ്പൊ ഇവിടെ ഏതാ യു ഡാഷ്? ഇത് യു ഡി. അപ്പൊ യു ഡാഷ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 4 log x ഡെറിവേറ്റീവ് മൈനസ് 4 log x 1/x പ്ലസ് കിട്ടിയാ സീറോ കിട്ടിയാ ഒപ്പിച്ച് അല്ലേ? അല്ലേ? അവിടെ വൈ എന്ന് പറയുമ്പോഴത്തേക്ക് mx അല്ലേ? അപ്പൊ നമ്മളതിനെ ആ mx നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ? ഇതിൽ അല്ല അതെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ mx അല്ലേ? mx നമ്മളൊരു ഫംഗ്ഷൻ ആക്കി എടുക്കും. ആ mx ഇല്ലേ അതിനൊരു ഫംഗ്ഷൻ ആക്കി എടുക്കും. പിന്നെ nx-നെ നമ്മൾ എന്താക്കി ഒരു ഫംഗ്ഷൻ ആക്കി എടുക്കും. നമ്മൾ സാധാരണ e6x ആണെങ്കിൽ mx-ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? m വരും. എടാ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് നമ്മൾ 6x-ന്റെ ഡെറിവേറ്റീവ് എന്താ? mx-ന്റെ ഡെറിവേറ്റീവ് അതല്ലേ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ m-നെ ഒരു ഫംഗ്ഷൻ പ്രോഡക്റ്റ്. എടാ അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പിന്നെ ആ സമയം പോകും. അപ്പൊ m-ന്റെ ഡെറിവേറ്റീവ് ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എന്താ? കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ m എന്താ? കോൺസ്റ്റന്റ്. അപ്പൊ 0
അത് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഔട്ട്സൈഡ് എടുത്താൽ മതി. ഔട്ട്സൈഡ് എടുത്താൽ മതി. അടുത്ത ദിവസം y is equal to പ്രോഡക്റ്റ് എടുത്തിട്ട് എമ്മിന് പോകാം. a e raised to mx plus b e raised to nx. Show that d square y by dx square minus m plus n dy by dx plus m n by പെട്ടെന്ന് തീർത്താൽ ആദ്യം നിങ്ങൾ dy by dx കണ്ടുപിടിക്കുക. y equal to ആദ്യം എനിക്ക് y is equal to a e raised to mx plus b e raised to nx. ഇനി dy by dx കണ്ടുപിടിച്ചേ. അപ്പൊ a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് a അവിടെ തന്നെ ഇടാം. e raised to mx ഡെറിവേറ്റീവ് എങ്ങനെ വരും? e raised to mx into 6x ആണെങ്കിൽ e raised to 6x ആണെങ്കിൽ e raised to 6x into 6 അല്ലേ അല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ mx ആകുമ്പോഴത്തേക്ക് e raised to mx into എന്ത് വരും? പ്ലസ് അടുത്ത എങ്ങനെ വരും? ആ ഇമോഷണൽ ഇൻകൺസിബിൾ ആണ് കേട്ടോ. അയ്യോ മിസ്സേ അങ്ങനത്തെ എങ്ങോട്ടാണ് അങ്ങനെ പിന്നെ ആരാ കിട്ടിയത്? പിന്നെ ഞാൻ ചെയ്താണോ നോക്കിയതാ? കണ്ണട വെച്ചിട്ടാണോ? അവൻ നോക്കാം. b square y by dx square. അപ്പൊ am കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ കേട്ടോ. ഇനി e raised to mx ന്റെ പിന്നെ ഡെറിവേറ്റീവ് എടുക്കുക. അതെങ്ങനെ വരും? e raised to mx ന്റെ പിന്നെ m കൂടി വരും. അപ്പൊ ഇവിടെ എന്താവും? m സ്ക്വയർ e raised to mx പ്ലസ് അപ്പുറത്ത് എങ്ങനെ വരും? bn സ്ക്വയർ e raised to mx. ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി, എല്ലാം കിട്ടി. ഇനി കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് 0. ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇത് കിട്ടി അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് m പ്ലസ് n എഴുതിയിട്ട് വേണം dy by dx എഴുതാൻ. m പ്ലസ് n ആദ്യം എഴുതണം കേട്ടോ. എന്നിട്ട് dy by dx എഴുതണം. പ്ലസ് mn ഇൻറ്റു y വൈക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? ഈ സാധനം എഴുതണം. അപ്പൊ ഇത് എന്ത് ഇക്വേഷൻ കിട്ടും? എന്നിട്ട് അത് ഈക്വൽ ചെയ്യും. ഇത് ചെയ്തിട്ട് കിട്ടാത്തവന്മാര് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈക്വൽ ടു 0 തന്നെ എഴുതി വെക്കാം. അത് നല്ല ഐഡിയ അല്ല. അപ്പൊ 2-3 സ്റ്റെപ്പുകൾ എഴുതുക. അത് തന്നെ വേണമെങ്കിൽ എഴുതി വെക്കും. സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്നുവെച്ചാൽ റിസൾട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അടുത്തതിലൊക്കെ ബ്രാക്കറ്റ് അങ്ങനെ ഇതിൽ ലാസ്റ്റ് ഈക്വൽ ടു 0 എഴുതി വെച്ചാൽ കേട്ടോ. ചില കുട്ടിമാരായിട്ട് അവന്റെ സൗന്ദര്യം
നാളെ ക്ലാസ് ഉണ്ടാവില്ല. Yes. നാളെ ഏതാ? മുടക്കുണ്ടായിരുന്നു അപ്പം Monday ഇവിടെ study session ഉണ്ട്. ഒരു 6 മണി വരെ വരണ്ട. 6 മണി വരെ വരണ്ട. 2 മണി to 4. എല്ലാം കട്ടായി പാട്ടിക്ക് പോവില്ല. കട്ട് ചെയ്തു. കിട്ടിയാ? അടിപൊളി. ഏത് ബസ്? അയാ പറഞ്ഞാ പോരെ. ഞാൻ പറയാം. ഇപ്പൊ എഴുതാൻ സുരേ എന്താ കാര്യം? Yes. ഇനി എത്ര ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടോ അതിൻ്റെ അകത്ത്? 3 ദിവസം ഒരു 3 രൂപ എടാ, അത് കഴിഞ്ഞിട്ട് മീൻ വാലി മിനിമം എല്ലാം നിങ്ങൾക്ക് അത് രാവിലെ ആ രണ്ടും ക്വസ്റ്റ്യൻ അത് ഡിലീറ്റ് ഇടാം Miss. ആപ്ലിക്കേഷൻ Miss A. 5 മിനിറ്റ് ഡിലീറ്റ് ഇടാം അവൻ സമയത്തേക്കാണ് ചെയ്ത് കിട്ടിയാൽ എനിക്ക് കട്ടേക്ക് പോയാൽ Ajin bawa sis. കുഴപ്പമില്ലായിരുന്നു അതെ Ajin bawa. ശരിയാണ്. ഇനി രണ്ടല്ല 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ നെക്സ്റ്റ് ആടാ There